ഉണ്ണി മേക്കപ്പ് ഇടാത്ത ഫേസ്. 10,000 രൂപ കൊടുത്താലും നമ്മുടെ അവിടെ നാട്ടിൽ കിട്ടാത്ത ഓർഗാനിക് ഓറഞ്ച് അതിമധുരവും നല്ല ടേസ്റ്റും നല്ല ഗുണങ്ങളും വൈറ്റമിൻ സി. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ എന്താ പറയുക 2019 കഴിഞ്ഞ് 2020 ആകുമ്പോൾ December 31 അപ്പോൾ ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇയറും നമ്മൾ ഓരോരോ സ്ഥലത്ത് ആണ് ആഘോഷിക്കൽ. ഇപ്രാവശ്യം നമ്മൾ മൂന്നാറാണ് പോകാൻ പോകുന്നത്. ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താ പറയുക, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സും കൂടി ഉണ്ട് നമ്മുടെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കുക. ഈ വണ്ടിയിൽ നിറച്ചും യൂട്യൂബേഴ്സാണ് കേട്ടോ. സോ നമുക്ക് ഓരോരുത്തരായിട്ട് എന്തായാലും ഒന്ന് കയറിയിട്ട് പരിചയപ്പെടാം. നമ്മുടെ സാബു ഹായ് വരി. സാബുവാണ് വന്നിട്ടുള്ളത്. പിന്നെ ശരണി ചേച്ചി ഹായ് ചേച്ചി. ഹലോ ഹായ്. ഐശ്വര്യ ചേച്ചി ഉണ്ട്, പിന്നെ ശരണ്യ ഉണ്ട്, മഞ്ജു ചേച്ചി, കുട്ടി. ഓക്കെ സോറി എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ശരണ്യ ഉണ്ട്, മഞ്ജു ഉണ്ട്, ഐശ്വര്യ ഉണ്ട്, പിന്നെ ഉണ്ണിണ്ട്. അതെ ചേട്ടനുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല, വെറുതെ വലിഞ്ഞു കയറി വണ്ടിയിൽ എന്നോട് ഇവിടെ ഇറക്കി വിടാൻ നോക്കിയത്. അടിമലിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയതാണ്. മഞ്ജു ചേച്ചി ചേച്ചിയല്ല, ആരെന്ന് അറിയില്ലേ? ദൈവമേ ഈശ്വര, നീ ഒരു കുരിശല്ലേ ചുമന്നിട്ടുള്ളൂ. ഈ വണ്ടി നിറയെ കുരിശുകളാണ് എനിക്ക് നോക്കാൻ വരുന്ന ഒരു കമ്പനിക്ക് വേണ്ടിട്ട്. ഇംഗ്ലീഷ് പറഞ്ഞു മടുത്ത്. ഉണ്ണിന്റെ മറ്റൊരു ഉണ്ണിന്റെ ബ്രദർ കുഞ്ഞുണ്ണി ബ്രോ. ഉണ്ണി ചേട്ടാ യോ. അപ്പൊ എന്തായാലും നമ്മുടെ വഴിയെത്തിക്കാൻ കൊണ്ടുവന്നു. എന്തൊക്കെ കേൾക്കണം, ഇവരെ കൊണ്ടുപോയാൽ മാത്രം പോരാ. സെലിബ്രിറ്റി റോഷൻ എന്ന് പറയും. ശരണ്യ എന്താണ് നീയാണ് ഫുൾ എനർജി പറഞ്ഞത്. ഈ ട്രിപ്പ് ഉണ്ടാക്കി നീയാണ്. നീ എന്നിട്ട് ബാക്കി വന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? ഫുഡ് കഴിച്ചിട്ടില്ലേ? 9 പ്രാവശ്യം ഫുഡ് കഴിച്ചിട്ട് 10 പ്രാവശ്യം. മൂന്നാറില് എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ചേട്ടാ എത്രയാണ് ലിറ്ററിന് എത്ര? 72 രൂപ. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ നാടന്നെ, കേരളത്തിലുള്ള സ്ഥലമല്ല, അതുകൊണ്ട് വെറുതെ പ്രത്യേകം ചോദിക്കില്ല, ചുമ്മാ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സാബു എന്തോ മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഞാനാണ് ഇതിങ്ങനെ നോക്കിക്കുന്നത്, ഫുൾ ടാങ്ക് അടിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ചോദിക്കണമല്ലോ, അപ്പൊ അതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ ചേട്ടാ? അതന്നെയാണ്. മൂന്നാറിലാണ്. ചേട്ടന് കേരളമാണോ തമിഴ്നാടാണോ ഇഷ്ടം? തമിഴല്ല ചേട്ടൻ പറഞ്ഞു, മിക്സഡ് തമിഴ്. അപ്പൊ തമിഴ്നാടാണോ ഇഷ്ടം, കേരളമാണോ ഇഷ്ടം ചേട്ടന്? ഞാനിപ്പോ ഇവിടെയല്ലേ ജനിച്ചത്, എനിക്ക് കേരളമല്ലേ. കേരളമാണ് വരുന്നത്. പക്ഷെ മൂന്നാറിൽ ശരിക്കും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ആവാനല്ല ഇഷ്ടം. തമിഴ് കൂടുതൽ ആണ്. അപ്പൊ അതാവാനല്ല ഇഷ്ടം. ചേട്ടനെ വെറുപ്പിച്ചത് മതിയല്ലേ? ബ്രോ ഹാപ്പി ന്യൂ ഇയർ. ബ്രോന്റെ പേര്? പ്രഭു. ഈ വണ്ടിയിലൊരു പ്രഭു ഉണ്ട് കേട്ടോ. 1 കിലോ ഓറഞ്ച് മേടിച്ച് ഉണ്ണി അത് മൊത്തം തിന്നു തീർത്ത്. ഉണ്ണി എവിടെ? 1 കിലോ എത്ര? ഉണ്ണി നിനക്ക് ഓറഞ്ച് ഇത്ര ഇഷ്ടമാണോ?
ചേച്ചി തങ്കത്തിങ്കൾ. ഓക്കെ, ചേച്ചിക്ക് അതെ അതെ തങ്കത്തിങ്കളാ ചേച്ചിക്ക് ഇഷ്ടമല്ല. ഒരു കാട്ടാനന്നെ നമ്മൾ കണ്ടപ്പോ അല്ലേ എല്ലാരും കൂടെ ഇറങ്ങിയതാണ്. വരൂ വരൂ വരൂ, കമോൺ. അമ്മച്ചാ, രണ്ട് സായിപ്പന്മാര് നമ്മുടെ മുന്നിൽ നടന്നു പോകുന്നുണ്ട്. ഹായ്, ഹലോ സർ. ഹായ്, യു ആർ ഫ്രം സാൻ ഫ്രാൻസിസ്കോ ജംഗ്ഷൻ? വായക്കാല ജംഗ്ഷൻ. ഐശ്വര്യ ചേച്ചി ആദ്യമായിട്ട് കാട്ടാനെ കാണുന്നു. കണ്ടിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഒരു കൂട്ടം കാട്ടാനെ കണ്ടിട്ടുണ്ട്. ആഹാ, രണ്ട് ആനല്ലേ? നാലെണ്ണുണ്ടോ? ആഹാ, പക്ഷെ വലിയ ഭീകരലല്ലാന്ന് തോന്നുന്നുണ്ട്. കൊമ്പൊന്നും കാണുന്നില്ല. ആന. ശരണ, നീ എപ്പ എണീറ്റ്? കിടന്നുറങ്ങിയിരുന്നല്ലോ. 1 2 3 ആന. അതെ, ആന. 3-4 ആനുണ്ട്. മൂന്നാറിലെ 3 ആന, 4 ആന. കിരൺ ചേട്ടൻ ഹെവി ഫോട്ടോഗ്രാഫി. കേരളത്തിൽ അധികം കണ്ടുവരുന്ന ഒരു സംഭവം അല്ല ചേച്ചി? അല്ലേ ചേച്ചി, ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ചേച്ചിന്റെ അഭിപ്രായം എന്താ? നമ്മൾ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യം കിട്ടില്ല. കേരളത്തിലെ അധികം ഉള്ളൂ. ഏത് ഈ ഹോൺ അടിച്ചിട്ട് ഇങ്ങനെ വെറുപ്പിക്കല്. ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും വെറുപ്പിക്കല്ലേ? ശരിയല്ല? എന്റെ അഭിപ്രായം എന്താ ചേട്ടാ? ഒരു കാര്യമില്ല ഇവിടെ. ചേട്ടൻ പ്രാന്തായി നിൽക്കാണ്. കാട്ടിക്കൂടി വണ്ടി ഓടിക്കണ ഇപ്പൊ നിങ്ങൾ കണ്ടത് ആൾക്കാർ ചെയ്യുന്ന തമിഴന്മാരായാലും മലയാളം ആര് ചെയ്താലും ഭയങ്കര തെറ്റാണ്. അതെ, ചേച്ചിക്കോ? എനിക്ക് അങ്ങനെ ആന പ്രൊവോക്ക് ചേച്ചി സോറി ചേച്ചി, ഐശ്വര്യ മോള് അതാ പറഞ്ഞ അതാ പറഞ്ഞ ആനില്ലാത്തപ്പോ ഇറങ്ങാൻ പറ്റൂല. ഇറ്റ്സ് എ ഫോറസ്റ്റ് ഏരിയ. ആനകൾ ഇങ്ങനെ സമാധാനമായിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ കിക്കി അടിച്ച് നമ്മൾ നോക്കി കണ്ട് രസിക്കല്ലേ? അപ്പൊ ആനക്ക് ദേഷ്യം കയറിട്ട് നമ്മളൊന്ന് ഒറ്റയ്ക്ക് ചെയ്തല്ലോ. അതെ അതെ അതെ. വേറൊരു കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് നിൽക്കുന്നത് ഫോറസ്റ്റ് ഏരിയയിൽ ശരിക്കും വണ്ടി നിർത്താൻ പാടില്ല. ഫോറസ്റ്റ് ഏരിയ എന്ന് വിചാരിക്കുന്നത് എക്കോ പോയിന്റിന്റെ അടുത്താണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും വണ്ടി നിർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ നോക്കി ആസ്വദിക്കുന്നു, അല്ലാതെ അവരെ വെറുപ്പിക്കാൻ നമ്മൾ പോകുന്നില്ല. ഓക്കെ, ഉണ്ണിയുടെ അഭിപ്രായത്തിൽ അതൊരു കുഞ്ഞാനയാണ് അല്ലേ ഉണ്ണി? അതെ, കാരണം കൊമ്പൊന്നുമില്ല, ചെറിയ കുട്ടികളാണ് മൊത്തം. സാബു എണീക്കടാ. ഞാനും സാബു ഈ ടെന്റിലായിരുന്നു കിടന്നിരുന്നത്. ഞാനിവിടെ കിടന്നു, ബാക്കിയുള്ളവരൊക്കെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കിടന്നിട്ടുണ്ട്. നമ്മൾ സ്ലീപ്പിംഗ് ബാഗില്ല, ബ്ലാങ്കറ്റ് മാത്രം. സോ എനിവേ 2020 അല്ലേ, 2020. സോ ഹാപ്പി ന്യൂ ഇയർ. ഇനിയിപ്പം ഞാനവിടെ ഫയറൊന്ന് കത്തിച്ചിട്ടുണ്ട് പുറത്ത്. അപ്പം അതിലിങ്ങനെ ഇരിക്കാം. നല്ല തണുപ്പാ. തണുപ്പം കണ്ട് സാബു. യെസ് യെസ്. ഐശ്വര്യ ചേച്ചിയും ഫാമിലി ആയിട്ട് ഇതായിരുന്നു. വല്ലിച്ച ആ ഒരു തണുപ്പ് അല്ലേ? അതാണ് ഇതിന് സെറ്റ് ചെയ്യാ. ഫ്രീസറിലെ വെള്ളത്തിന് ഇത്രയും തണുപ്പ് എനിക്ക് മനസ്സിലായി. അതൊക്കെ എന്തല്ലേ വ്ളോഗ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഇവിടെ കൂടി ഇരുന്നോണ്ടേ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഏട്ടൻ അതൊക്കെ പറിച്ചു. പോണ വഴി കുറച്ച് പച്ച നാരങ്ങ പറിച്ചു. എന്റെ മോന് ആ ഫീല് കിട്ടാൻ വേണ്ടി. നമുക്ക് പിന്നെ സ്ട്രോബെറി ഉണ്ട്, സ്ട്രോബെറി ഫാം. എല്ലാരും ഒന്നിച്ച് പറിക്കാം നമുക്ക്. കരണ്യന്റെ എന്തോ ഒരു അനക്കം കേൾക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ശരണ്യന്റെ മേക്കപ്പ് ഇടാത്ത ഫേസ്. ചേച്ചി, ശരണ്യന്റെ മേക്കപ്പ് ഇടാത്ത ഫേസ്. ചായ എത്തിയിട്ടുണ്ട്.
അന്നെ ചായ മോർണിംഗ് ചായ കുടിക്കാൻ വേണ്ടിട്ട് പല്ലേക്കണ്ട. കണ്ടില്ലല്ലേ എണക്കുരുവികൾ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? സൂപ്പർ ആയിരുന്നു, അടിപൊളി. ഇന്ന് പുറത്തേക്ക് വരും. അതെ, ഒരിക്കലും മറക്കൂല. ഒരിക്കലും മറക്കാത്ത ഒരു രാത്രി സമ്മാനിച്ച റോഷിന് ഞാനല്ല കേട്ടോ. ഇവൻ തന്നെ മുസംബി അല്ലത്? അല്ല, ഇതല്ല, അത് നമ്മളെ ഇതിലുള്ളത്, ക്യാമ്പിലുള്ളത്. നേരെ ഇവിടുന്ന് ഒരു എന്താ പറയാ, കിച്ചൺ എവിടെയാണ്, കിച്ചൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ചെറിയൊരു ട്രെക്കിംഗ് അല്ല, വാക്ക് എന്നൊക്കെ പറയാം, അതിന് പോകുന്നുണ്ട്. അപ്പം മഞ്ജു ചേച്ചി, ഐശ്വര്യ ചേച്ചിയൊക്കെ മുന്നിലേക്ക് അസീബിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ടോയ്ലറ്റിൽ പോയേക്കായിരുന്നു. അപ്പം സാബു നീ അങ്ങോട്ട്, ശരണ്യനെയും ഉണ്ണീനെയും നമ്മുടെ സാബുനെയും കൂട്ടിയിട്ട് ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുക. ഉണ്ണി അവിടെ കഠിന വ്ളോഗിങ്ങിലാണ്, ഓടി നടക്കുന്നുണ്ട് ഉണ്ണി. ശരണ്യ, അജാ പോവല്ലേ നമുക്കിപ്പോൾ? ഉണ്ണി വരട്ടെ. യെസ്. ചാർജ് കഴിഞ്ഞോ? അപ്പോൾ ഇതാ 3 വ്ളോഗാണ് അടുപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബാക്കിൽ, അതിൻ്റെയും ബാക്കിൽ ഇതാ ശരണ്യ ഉണ്ണിയും കൂടെ അവിടെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കൂടെ അസീബിൻ്റെ കമ്പനിക്കാരുണ്ട്. ഇത് മാലാക അമൃത, ശരണ്യൻ്റെ മാലാക. അയ്യോ, വാ 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 വാ, വാങ്ങ. ഡയറക്റ്റ് പറിച്ച് തിന്നു. നല്ല അടിപൊളി പേരൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ കയറുന്നു. ആൺമാലക മച്ചാനെ നോക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. സെറ്റ് ബ്രോ. അതിന്റെ മുന്നിൽ തന്നെ ഒരു സാധനം അതാ, പേരൊക്കെ പറിക്കല. മുകളിൽ ഓറഞ്ച് പറിക്കുന്നുണ്ട്. ഉണ്ണി ഇതാ കയറാൻ നോക്കുന്നു. പറ്റുന്നില്ലേ? പറ്റുന്നു. അത് ശരണ്യൊക്കെ പറ്റും തള്ളാന്. ശരണ്യ ഒന്ന് തള്ളി കൊടുത്തേ. തള്ളു ഓള് ഇവിടെ നിന്നിട്ട് തള്ളിക്കോളും. ഓറഞ്ച് കഴിക്കാൻ ചേച്ചി. ഓർഗാനിക് ഓറഞ്ച് 10,000 രൂപ കൊടുത്താലും നമ്മുടെ അവിടെ നാട്ടിൽ കിട്ടാത്ത ഓർഗാനിക് ഓറഞ്ച്. അതിമധുരവും നല്ല ടേസ്റ്റും നല്ല ഗുണങ്ങളും വൈറ്റമിൻ സി ധാരാളം. പക്ഷെ പുളിയാണെങ്കിലും എന്താണ് നമ്മളെ കൈ കൊണ്ട് നമ്മൾ പറിച്ച് അല്ലേ, എന്താണ് അതെ വൈറ്റമിൻ സി മാത്രമല്ല കവറിലാക്കി വീട്ടിൽ കൊണ്ടുപോകും. ഇതൊന്നും നമ്മുടെ മനുഷ്യായുസിൽ വളരെ അപൂർവം മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ് കുട്ടി. അതുപോലെ തന്നെ ഇതൊക്കെ പേരക്ക നിറഞ്ഞെടുക്കാണ് അല്ലേ. എന്താണത്? മൊത്തം പേരക്ക. മലക ഫുഡ്. റോഷൻ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? ഇതേ റോഷൻ നിൽക്കുന്നുണ്ട്, നമ്മുടെ മുതലാളിയായ ബസ് മുതലാളി സാബു നിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, താഴെ കണ്ടോ, ഇവിടെ ഓറഞ്ച് തോട്ടമാണ്. എന്റെ വീഡിയോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയ് ചേട്ടനാണ് ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാരും പാക്കിംഗ് പരിപാടിയിലാണ്. ചേച്ചിയൊക്കെ മാറ്റിയല്ലോ, ഡ്രസ് മാറ്റി ചെക്സ് ആക്കി. അതെ, ഓറഞ്ച് പറിച്ചാലോ? ഇവിടുത്തെ ഒരു ഓറഞ്ച് ഉണ്ട്. ഇതൊക്കെ ഇവിടെ കണ്ടില്ലേ, നമ്മുടെ കണ്ടില്ലേ, നമ്മുടെ ടെന്റുകള്
ഇതാ ഏറ്റവും ബാക്കിലാണ് നമ്മുടെ ടെന്റ് ഉണ്ടായത്. ബാക്കി ഇതാ ഫസ്റ്റ് ഉണ്ണിന്റെ ശരണ്യന്റെ ഞാൻ കാണിച്ചു തന്നതാണ്. ഇതാ നമ്മളെ ഒന്ന് പൊട്ടിക്കുക. ശരണ്യ ഇറങ്ങാം ചേട്ടാ. ഇതാരാ പറഞ്ഞത് ഓറഞ്ച്? അതെ, ഇത് ഓറഞ്ച് അല്ല, മുസമ്പിയാണ്. മുസമ്പിയാണ്. കുറച്ചു നേരം പറയുന്നു മുസമ്പി വരുന്നു. ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുപോയി അല്ലേ. ആദ്യം നമ്മള് മുസമ്പിയാന്ന് വിചാരിച്ചു, പിന്നെ ഇത് പറഞ്ഞ ഓറഞ്ചാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും വീഡിയോയിലൊക്കെ കൂടെ എല്ലാരും കൂടെ പറഞ്ഞത് പിന്നെ ഓറഞ്ചാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ വീണ്ടും മുസമ്പി ഫൈനൽ ചെയ്ത് മുസമ്പിയ. തേങ്ങ കൊല ഇത് കണ്ടില്ലേ? ധാരങ്ങണ്ട. ഞാൻ അയച്ചുതരാം. എന്റെ ഫോണ് നോക്കും. അതിസാഹസികമായിട്ട് റോഷനി മുസമ്പി. മുസമ്പിയാണ് അടിപൊളി. അവനും കൊടുക്കട്ടാ. എന്താണ് ബാത്റൂം പോയിന്റ് സന്തോഷം. അപ്പൊ എന്തായാലും എല്ലാരും ഡ്രസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, കുളിയൊന്നും ഇല്ല. പിന്നെ ശരണ്യ ഉണ്ടല്ലേ, ശരണ്യ മാറ്റുന്നില്ല? നീ ഡ്രസ് മാറ്റുന്നില്ല? എന്റെ ജാക്കറ്റ് ഒക്കെ തരണുണ്ടോ? അങ്ങനെ ബാക്കി എല്ലാവരും മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ബാഗൊക്കെ എടുത്തിട്ട് ഞാനും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ സാബുമാൻ നമ്മളവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി വന്ന് ഇപ്പോൾ ഇതാ ജീപ്പിൽ കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥ ഇപ്പോൾ കാണാം. ഇതാ ഇതിലൂടെ ഓഫ് റോഡ് ഇപ്പോൾ കയറാൻ പോവാണ്. എപ്പടി നടന്നു വന്നാൽ നമ്മളെ പുച്ഛിച്ചു. പക്ഷെ നമുക്കായിരുന്നു അടിപൊളി. തള്ളു പോട്ടെ. അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് നേരെ സ്ട്രോബെറി ഫാമിലേക്ക് വന്നിരിക്കുകയാണ്. മഞ്ജു ചേച്ചി ഒന്നും വന്നിട്ടില്ല, പക്ഷേ എന്താ പറയുക, നൈസായിട്ട് ഇവരെ കൊണ്ടുവന്നിട്ട് ഞാൻ പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ കണ്ടില്ലേ? ഐശ്വര്യ ചേച്ചി പറിക്കൂ. അതെ. അപ്പുറത്ത് ഉണ്ണിയെ, പ്രമുഖ യൂട്യൂബറായ ഉണ്ണിയെ കൊണ്ട് വരെ നമ്മളിതാ സ്ട്രോബെറി പറപ്പിക്കുന്നുണ്ട്. അതെ, പറപ്പിച്ച് തിന്നാനല്ലേ. ഇതാ അടുത്ത പണിക്കാരി. ശരണ്യ വരുന്നില്ല എന്നാ പറഞ്ഞത്. നീ തിരിച്ച് ശരണ്യ നീ നാട്ടിലേക്കില്ല എന്നല്ലേ പറഞ്ഞത്? എന്താണ്? പണിയെടുത്ത് ജീവിക്കാൻ പോവാണ്. കർഷക യുവതിയാണ്. കർഷക അവാർഡൊക്കെ മേടിക്കൂലേ? എന്റെ ഓരോരോ അരികൾ കണ്ടോ? കുത്ത്. യെസ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉണ്ണി റിവ്യൂ ചെയ്യാൻ തുടങ്ങി. സ്ട്രോബെറി റിവ്യൂ എങ്ങനെയുണ്ട്? ടേസ്റ്റ് നല്ല മധുരം. നല്ല മധുരം. ചെറിയ പുളി, തരിതരിപ്പ് കടിക്കുന്നുണ്ട്. കുരു കടിക്കുന്ന മാതിരി, പൊട്ടുന്നുമ്പോ ഒരു രസം. ഇങ്ങോട്ട് കയറി വരുന്ന വഴികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യ ചേച്ചിൻ്റെ ചാനലിലുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണീൻ്റെ ചാനലിലുണ്ടാവും, ശരണ്യൻ്റെ ചാനലിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. ശരണ്യൻ്റെ ചാനൽ ശരണ്യ നന്ദകുമാർ, ഉണ്ണീൻ്റെ സിംപ്ലി സ്റ്റൈൽ ഉണ്ണി, ഇതൊന്നും നമ്മൾ എടുത്ത് പറയേണ്ട ആൾക്കാർ ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ബ്ലഷ് വിത്ത് ആഷ് ഐശ്വര്യ ചേച്ചിൻ്റെ ചാനൽ. മഞ്ജു ചേച്ചി മാത്രം പുറത്തവിടെ നിൽക്കുകയാണ്. അപ്പം മഞ്ജു ചേച്ചിക്ക് മാത്രം ഈ ഒരു ഫീല് മിസ്സായിപ്പോയി, ഭയങ്കരമായി മിസ്സായിപ്പോയി. ചേച്ചിക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ. നമുക്ക് കൈകൊണ്ട് പറിച്ചെടുക്കാം. അതുപോലെ ഇവിടെ വരുന്ന വഴി അടിപൊളിയാണ്. ഇടും ഒക്കെ ഉണ്ണിന്റെ ചാനലൊക്കെ ഉണ്ടാവും. ഇവരെല്ലാവരും ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മളെ അമ്മജി ഹായ്. അങ്ങനെ ഞാനിപ്പോൾ വട്ടവടയിൽ നിന്ന് നേരെ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ വണ്ടി നിർത്തിയത് എന്താന്ന് പറഞ്ഞാൽ വട്ടവട ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിർത്തിയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും ഒരു ആഗ്രഹമാണ് നമ്മുടെ വണ്ടിയിൽ യാത്ര പോകാൻ എല്ലാവർക്കും താല്പര്യമാണ്. അതേപോലെ തന്നെ വണ്ടിയിൽ എന്താ പറയുക, ഇങ്ങനെ നിന്ന് സ്റ്റേ ചെയ്ത് വാൻ ലൈഫൊക്കെ കണ്ടില്ലേ. അപ്പം അതേപോലെ തന്നെ
സ്റ്റേ ചെയ്ത് പോകാൻ എല്ലാവർക്കും താല്പര്യമാണ്. അങ്ങനെ ഒരു ടീമിനെ ഞാൻ കണ്ട്. അപ്പം ഇവിടെ ഉണ്ടായിരുന്നു, അവർ 2 ദിവസമായിട്ട് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എബിൻ ലിബിൻ ഇതാ അവരുടെ വണ്ടി കാണണ്ടോ നമുക്ക്. 3 വർഷത്തോളം അവർ ഈ വണ്ടിയിൽ തന്നെ ചെലവഴിക്കാൻ പോകുന്നത്. ഇന്ത്യ മൊത്തം കറങ്ങില്ലേ 3 വർഷം? ഇന്ത്യ മൊത്തം കറങ്ങാൻ പോവാണ്. അപ്പം എന്താ പറയുക, ഇന്ത്യ മൊത്തം കറങ്ങുന്നത് ഇതിൽ തന്നെ. അപ്പം ഇതിന്റെ ഉള്ളിൽ അവർ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കൊന്ന് ഉള്ളിൽ കയറി കാണാം. ഇത് സെറ്റ് ചെയ്യാൻ എത്ര ആയി ബ്രോ? ഇത് വണ്ടി മേടിച്ച് 73,000 രൂപ. പിന്നെ ഇതിന്റെ അകത്ത് മറ്റേ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ അടിച്ചത് ഏതാണ്ട് 3,000 രൂപ മാത്രമായിട്ടുള്ളൂ. 3,000 രൂപ. പിന്നെ വണ്ടിയുടെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ട്യൂൺ ചെയ്ത് നിസ്സാര കാശ് 15,000 രൂപ. അത് മാത്രമാണ് ആകെ ചെലവെന്ന് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം? അതായത് നമ്മൾ യാത്ര ചെയ്യാൻ നേരത്തെ ഏറ്റവും കൂടുതൽ പിന്നെ ചെലവ് വരിക പിന്നെ റൂം, പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം. ഈ 2 കാര്യം ഞങ്ങൾ ഇതിൽ ക്രമീകരിച്ചു. അതെ, ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഇതേപോലെ ഇത് കണ്ട് വിളിക്കാറുണ്ട്, ഇതേപോലെ യാത്ര പോകണമെന്ന് പറയും. പക്ഷെ നിയമവശങ്ങൾ ഭയങ്കരമാണ്. അല്ലല്ല, അതല്ല പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം, എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. ഏത് വാൻ ലൈഫ് പോലെ സ്വന്തം വണ്ടിയിൽ ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ വീടിനെ വേണേ നമുക്ക് പല സ്ഥലത്ത് കൊണ്ടിടാം. എവിടുത്തെ നാട്ടുകാർ ഞങ്ങള്? ഇരിട്ടിക്കാര്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഉള്ളു കാണിച്ചു കൊടുത്താലോ? ഓക്കെ, ഫുട്ബോളൊക്കെ ഉണ്ടല്ലോ കളിക്കാൻ വേണ്ടിയിട്ടില്ലേ? ഇതാ നിൽക്കുന്നത് സംഭവം. ഇതാ പുറത്ത് ഓരോ റൂട്ടൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ ബെഡ് സെറ്റ് വെച്ചാ. ഇതെന്താണ് അടിയിൽ? ഇത് ഞാൻ ജസ്റ്റ് ഒരു ബെഡ് പോലെ. പിന്നെ ഇതിന്റെ അടിയിൽ മൊത്തം ടൂൾസും കാര്യങ്ങളൊക്കെയാണ്. സ്പെയർ പിന്നെ നമ്മുടെ ഫുഡ് വെക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഫുഡൊക്കെ നിങ്ങൾ ഇതിൽ തന്നെ വെക്കാം. ബാക്കിൽ കിച്ചൺ അല്ലേ? ഇതിന്റെ ബേക്കിൽ തുറക്കാൻ പറ്റും. ഓക്കെ. ഗ്യാസ് അല്ലേ? ഓക്കെ, സുഖമായിട്ട് കിടക്കല്ലേ? നിങ്ങൾക്ക് ഇതില് രാത്രി ആവുമ്പോ നിങ്ങൾക്ക് ബ്ലാങ്കറ്റ് പിന്നെ ഹീറ്ററാണ്. ഹീറ്റർ ഉണ്ട്. ഹീറ്റർ എസിന്റെ വലിയ ചെലവാവൂല? അപ്പൊ അത് വലിയ ഇത് വരാറില്ല. അതുകൊണ്ട് 1 ലിറ്റർ കഷ്ടി വരാറുള്ളൂ ഓരോ നേരം ഇട്ടാല്. ഇതുവരെ അത്ര ഓവർ. രാവിലെ വരെ ഇട്ടാലോ? അങ്ങനെയല്ല, ഇത് തണുക്കുമ്പോൾ ഞങ്ങൾ ഓഫ് ആക്കും. ഓക്കെ. ശരി, അങ്ങനെയാണ് സംഭവം. എന്തായാലും കിടിലൻ കളറായിട്ടുണ്ട് ബ്രോ. 3 വർഷം അല്ലേ? 3 വർഷത്തെ. നിങ്ങൾ എത്ര ദിവസമായി ഇവിടെ? ആക്ച്വലി അസീബ് എന്നോട് ഇന്നലെ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ ഉള്ളതിനെ കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ടാണ് ഓൺ ദി വേയിൽ ഇവിടെ നമ്മൾ നിന്നിട്ടാക്കുന്നത്. 2 ദിവസം വെയിറ്റ് ചെയ്യായിരുന്നില്ല ഇവിടെ നമ്മൾ വരുന്നുണ്ടായിരുന്നു. ഓക്കെ. പുള്ളി ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ വരുന്നുണ്ടെന്ന്. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അതെ, ഇവർക്ക് എവിടെയൊക്കെ പോകുന്നു? ഞങ്ങൾ പിന്നെ നേരെ മൂന്നാർ പോകും. അവിടെ 24 ന്യൂസിന്റെ ഒരു കവറിംഗ് ഉണ്ട്. ഓക്കെ, മൂന്നാറിലേക്ക് പോവാ. അല്ല, ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് എവിടേക്കാ പോകുന്നത്? ആന്ധ്രയ്ക്കാണ്. അപ്പം ആന്ധ്രയ്ക്ക് പോവാണ് ഇവര്. അപ്പം നമുക്ക് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്തതിനും വളരെ നന്ദി ബ്രോ. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. അതാ പറയുക, യൂട്യൂബ് ചാനലുണ്ട് ഇവർക്ക്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ടിക്ടോക്ക് ഉണ്ട്, എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടു ചെയ്ത്. ഈ ബുൾജെറ്റ് ഞാൻ ഇപ്പൊ എന്തായാലും കാണിച്ചു തരാം അവരെ വേണ്ടി. ഓക്കെ സെറ്റ് വെച്ചാ ഈ ബുൾജെറ്റ് അല്ലേ? അപ്പം ഈ യൂട്യൂബ് ചാനലിലാണ് ഇവരെ വീഡിയോസ് വരുന്നത്. ആണോ? അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും ബ്രോ പൊളി നടക്കട്ടെ, എല്ലാം സെറ്റപ്പായി നടക്കട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. പരിപാടിയൊക്കെ കളറായിട്ട് പോട്ടെ. ഞാനും ഫോളോ ചെയ്യും, കാണും. ഓക്കെ, സെറ്റ് വെച്ചാ. ഓക്കെ ബ്രോ പോട്ടെ. എന്തുപകാരം ബ്രോ? നമ്മളെല്ലാരും ഒരേ ഇതിലുള്ള ആൾക്കാരല്ലേ? അപ്പൊ അതിൽ വലിയൊരു സംഭവം ഒന്നും ഇല്ലല്ലോ അല്ലേ? ശരിയല്ലേ? എല്ലാരും ഒരേ ആൾക്കാർ. ട്രാവലേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടേ? നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത ആൾക്കാരായിരിക്കും നമ്മളെ സഹായിക്കുക. അപ്പൊ അതിലെല്ലാരും ഹാപ്പി ആവേണ്ട കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ. ഞാനല്ലേ താങ്ക്സ് പറയണ്ടേ? നിങ്ങൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ? ഓക്കെ ബ്രോ. അതെ. ഓക്കെ ബ്രോ, താങ്ക് യു. കാണാട്ടോ, മെസ്സേജ് ചെയ്യും. ഓക്കെ, ശരി. നമ്മളെല്ലാരും കൂടെ വട്ടവടൊക്കെ കഴിഞ്ഞ് നേരെ ഇപ്പൊ എത്തിയിരിക്കുന്ന അടിമാലിയിലാണ്. അടിമാലിയിൽ നമ്മുടെ ഐശ്വര്യ ചേച്ചിന്റെ ഒരു റിലേറ്റീവ്സിന്റെ വീട്. എന്താ ചേട്ടന്റെ കസിനാണ്. അയ്യോ, ഇത് അവിടുന്ന് അടിമാലി അല്ല, ഇന്നലെ മുതൽ കേൾക്കാൻ തുടങ്ങിയത്. നാളെ എന്റെ കസിന്റെ വീട്ടിൽ നിന്നാണ് ഫുഡ്. എന്റെ കസിന്റെ വീട്ടിൽ നിന്നാണ് ഫുഡ്. ചേട്ടാ, ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ചേച്ചിക്കല്ലേ കോംപ്ലിമെന്റ്? ചേച്ചിക്കല്ലേ കോംപ്ലിമെന്റ്? ചേച്ചി
ഇതാ ശരിക്കും നമ്മുടെ ഒരു യുദ്ധഭൂമി അല്ലേ, യുദ്ധപ്രതീതി. അതെ 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 യുദ്ധഭൂമി. അതെ, ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇതാ നമ്മുടെ എന്താ പറയാ, ക്രാബ് പിന്നെ അപ്പം, പൂരി, പൊറോട്ട, കുറെ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഒക്കെ എല്ലാം ഉണ്ട്. എല്ലാം മെയ്ഡ് ചെയ്ത് ബൈ ചേച്ചി എന്റെ അമ്മയുടെ സ്വന്തം ചേച്ചിയുടെ മോളാണ്. പേര് പറയുന്നതിന്റെ സുസ്മി. അപ്പൊ ചേച്ചിക്ക് വലിയ താങ്ക്സ്. ഓക്കെ, ഇത് ഇന്നലെ മുതൽ നമ്മളങ്ങനെ ഇരുത്തി വണ്ടിയിൽ ഇരുത്തുന്നില്ല. എന്റെ കസിന്റെ വീട്ടിൽ പോവാണ്, എന്തൊക്കെ കേൾക്കണോ. പിന്നെ വേറൊരു കാര്യം കൂടെ, നമ്മുടെ ഒരു ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റ് ആണ് ഈ ഹാൻഡിക് സാധനങ്ങൾ. ചേട്ടന് അതിന്റെ ഒരു ഇതുണ്ട് അല്ലേ, എന്താ പറയാ, ചെറിയൊരു ക്രേസ് ഉണ്ട് അല്ലേ. ചെറിയ അതിന്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ. ഇതാ പണ്ടത്തെ ഫോണ്, കാലാപാനി ഫിലിമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ അതെ ഗോവർദ്ധൻ. എല്ലാ ഡയലോഗും കറക്റ്റ് ആണ് ചേച്ചിക്ക്. നമ്മുടെ ക്രൂ മൊത്തം അവിടെ ഉണ്ട്. യെസ്, സെറ്റാണ്. നമുക്ക് എന്തായാലും വൈൻഡപ്പിന് അങ്ങോട്ട് പോവാം. അപ്പൊ ഇത് ചേച്ചി എങ്ങനെയാണ് യൂസ് ചെയ്യല് ഒന്നും അറിയില്ല. പിന്നെ ഗോവർദ്ധൻ ഫോൺ ചെയ്യണ പറഞ്ഞു. ഇതിലെ കൂടെ കേക്കുവോ? അങ്ങനെ കേക്കണത് ഇവിടെ കൂടി പറഞ്ഞിട്ട് ഇതിലെ കൂടി കേക്കും. ഹലോ ഹലോ, സുഖാണോ നിനക്ക്? ഓ വളരെ സുഖാണ്. അങ്ങനെയാണ് കേക്കണത് കേട്ടാ. നമ്മുടെ ഉണ്ണി ഇവിടെ ഉണ്ട്. ഉണ്ണി ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പിംഗ് പരിപാടിയൊക്കെ? പൊളിച്ചടുക്കി. ഇതിന് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളാണ് നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. താങ്ക് യു റോഷ. നേർപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്ത് പറഞ്ഞതാ. എന്താ ചെയ്യാ, എല്ലാരോടും ഞാൻ പറഞ്ഞു പഠിപ്പിച്ച മാതിരി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, സെറ്റ് ആയിരുന്നു, സൂപ്പർ. ഇങ്ങനത്തെ ഒരു ന്യൂ ഇയർ എന്നല്ല ഒരു ട്രിപ്പ് ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ് നമ്മൾ ഫോണ് വൈഫൈ ഒന്നുമില്ല, കറണ്ട് ഇല്ല, തീന്റെ ചുറ്റിനും നിന്ന് മഞ്ഞില് സ്വപ്നം പോലെ ഇരിക്കുന്നു. അടിപൊളിയായിരുന്നു. ഫാമിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ പറിച്ചു തിന്നു, പേരക്ക, നാരങ്ങ, സൂപ്പർ ആയിരുന്നു. ഓക്കെ അങ്ങനെ നമ്മളിപ്പം ഇന്ന് വീഡിയോ ഒരുപാടായിട്ടുണ്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെ ചാനലിലും, അതായത് ഉണ്ണി പുറത്തുണ്ട്, അതേപോലെ തന്നെ ശരണ്യ പുറത്തുണ്ട്, മഞ്ജു ചേച്ചി പുറത്തുണ്ട്. മഞ്ജു ചേച്ചിന്റെ കരിമശി ലവർ, ശരണ്യ നന്ദകുമാർ, ഐശ്വര്യ ചേച്ചിന്റെ ചാനൽ ആരും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബ്ലഷ് വിത്ത് ആഷ് അത് നോക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ല ഇപ്പൊ തന്നെ കണക്ക് പറയാൻ തുടങ്ങി. ഓയോ തിന്ന് കഴിക്കേണ്ടില്ലായിരുന്നു. ഈ ചേട്ടനും ചേച്ചി പറഞ്ഞാൽ നമ്മള് കേൾക്കും. അതെ, നമ്മളൊന്നായി. ഓക്കെ, അതേപോലെ തന്നെ ബ്ലഷ് വിത്ത് ആഷ്, പിന്നെ മഞ്ജു ചേച്ചിന്റെ കരിമശി ലവർ, അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ എന്റെ ചാനൽ ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്യൂലേ? റോഷൻസ് വ്ലോഗ് കേട്ടോ. ചെയ്യൂലേ? വട്ടവടയിലെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെറിയ ഭാഗം എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള വീഡിയോസ് ഇവർ എല്ലാവരുടെ ചാനലിലും ഉണ്ടാവും. എല്ലാരും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു പൊളിച്ചു. പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊന്നും സ്റ്റോറി ഇടാൻ നമുക്ക് പറ്റിയില്ല. നെറ്റില്ല, ഒന്നുമില്ല, ചാർജ് ഇല്ല, റേഞ്ച് ഇല്ല, ഒന്നുമില്ല. പക്ഷെ പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നമ്മൾ നിർത്താണ്. കിരൺ ചേട്ടാ എന്തോ ഒരു ഷാറിലായിരിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യില്ല എല്ലാവരും? ചെയ്യില്ല ചേച്ചി? സബ്സ്ക്രൈബ് പിന്നെ ബാക്കിയുള്ള ലൈക്ക് ഷെയർ ആൾക്കാർ ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാതായിരിക്കും. ബൈ.